ഈ റിപ്പോ നിരക്കുമായി ബന്ധപ്പെട്ടുള്ള വിവരത്തിലേക്കാണല്ലേ. അതിലൊരു ആശ്വാസം എന്തായാലുമുണ്ട്. റിപ്പോ നിരക്ക് വെട്ടിക്കുറച്ചു. പലിശ 0.25% കുറച്ചതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഇതോടെ ഭവന, വാഹന, വ്യക്തിഗത വായ്പകളുടെ പലിശ കുറയും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 2026-ൽ 6.7% The MPC decided unanimously to reduce the policy rate by 25 basis points from 6.5% to 6.25%. 25 ബേസിസ് പോയിന്റ് വെട്ടിക്കുറച്ചതോടെയാണ് പലിശ നിരക്കുകളിൽ കുറവുണ്ടാകുന്നത്. 6.5% നിന്ന് 6.25%-ആയാണ് റിപ്പോ നിരക്ക് കുറച്ചത്. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര അധ്യക്ഷനായ 6-അംഗ പണനയ നിർണയ സമിതി ഐകകണ്ഠേനയാണ് റിപ്പോ നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചത്. പലിശ നിരക്ക് കുറച്ചത് സാമ്പത്തിക വളർച്ചയ്ക്കും സ്വകാര്യ മേഖലയിലെ നിക്ഷേപ വർധനയ്ക്കും വഴിവെക്കും. കൂടുതൽ വായ്പകൾ നൽകാൻ ബാങ്കുകളും തയ്യാറാകും. നാണ്യപ്പെരുപ്പം 2026-ൽ 4.2% വിളവെടുപ്പിന് ശേഷം ഭക്ഷ്യവില കുറയുമെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. We will strive to further refine the building blocks of this framework by making advances in the use of new data, improving nowcasting and forecasting of key macroeconomic variables. We forecast, you are aware, growth, inflation, etc., because this is actually a forward-looking policy. And so we'll continue to do that and develop more robust models. 2020 മെയ് മാസത്തിന് ശേഷം ആദ്യമായാണ് റിപ്പോ നിരക്ക് റിസർവ് ബാങ്ക് കുറയ്ക്കുന്നത്. ഭവന വായ്പകളുടെ മാസ തിരിച്ചടവ് 1.8% വരെ കുറയുമെന്ന് കണക്കൂട്ടുന്നു. വാഹന വായ്പാ പലിശയിലും കുറവുണ്ടാകും. വ്യാപാരികൾക്കും പലിശ ഇനത്തിൽ ഇളവ് ലഭിക്കും. കുറഞ്ഞ മാസ തിരിച്ചടവ് ജനങ്ങളുടെ കയ്യിൽ ചിലവാക്കാൻ കൂടുതൽ പണം ലഭ്യമാക്കും. കച്ചവടക്കാർക്ക് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ ലഭിക്കുന്നത് കമ്പോളത്തിന്റെ വളർച്ചയ്ക്കും വഴിവെക്കും. സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കി വളർച്ച തുടരുക എന്ന ലക്ഷ്യമാണ് പലിശ കുറയ്ക്കുന്നതിലൂടെ സർക്കാരും റിസർവ് ബാങ്കും ലക്ഷ്യമിടുന്നത്. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.